370 മുതൽ 430 വരെ സീറ്റ് BJPക്ക് ലഭിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ പരാജയമാണ് അവർക്കുണ്ടായത്. BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യം നല്ല രീതിയിലുള്ള മുന്നേറ്റം സാമാന്യം കൈവരിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. NDA ഒരു സീറ്റ് കേരളത്തിൽ നേടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് NDAക്ക് ജയിക്കാനായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതുപോലെ വലിയ തോൽവി ഏറ്റുവാങ്ങാനിടയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. തോൽവി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതുപോലെ സ്വയം വിമർശനപരമായി പരിശോധിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ആ പാറ്റേൺ അനുസരിച്ചാണ് ഇപ്രാവശ്യവും കേരളത്തിൻ്റെ വിധിയെഴുത്ത് ഉണ്ടായത്. ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവികാരം മാത്രമല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയല്ലാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വിധി ഇത് തന്നെയല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി ഉണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും രണ്ടാമത്തെ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും അത്ര കാര്യമായിട്ട് പറയുന്നതല്ല. ഞങ്ങളിനി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ ഞാനതല്ലേ പറഞ്ഞത്, എല്ലാ തരത്തിലുള്ള പരിശോധനയും പാർട്ടി അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നില്ല. എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി, ഉൾക്കൊള്ളേണ്ടതെങ്കിൽ ഉൾക്കൊണ്ട് അങ്ങനെയല്ലേ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക. ഞങ്ങൾ 100% ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. ICL Finco, the intelligent choice. റിച്ച്മാക്സ് സൂപ്പർ ഈസി ഗോൾഡ് ലോൺ. ഏറ്റവും ലളിതമായ പ്രോസസ്സിംഗ്, ഉടനടി പണം ലഭിക്കുന്നു. ഒപ്പം കുറഞ്ഞ പലിശ നിരക്ക്.